നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപനം തുടരുകയാണ്. ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് തന്നെ സമ്മാനിക്കുന്ന ഒരു ട്രോഫിയാണ് മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ ട്രോഫി. മികച്ച പുരുഷ വിഭാഗത്തിലെ ക്ലബിനുള്ള പുരസ്കാരം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ 5 ക്ലബ്ബുകളുടെ നോമിനേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആർക്കായിരിക്കും മികച്ച ക്ലബിനുള്ള പുരസ്കാരം? അത് കാത്തിരുന്ന് കാണണം. അത് ഒക്ടോബർ 28 ബാലൻഡിയോർ സമ്മാനിക്കുമ്പോഴാണ്, ആ വേദിയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുക. ഏതായാലും 5 ടീമുകളെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പോയ സീസണിലും അവർ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുകയുണ്ടായി, മികച്ച പ്രകടനം തന്നെ നടത്തുകയുണ്ടായി. ഒപ്പം റയൽ മാഡ്രിഡ് പോയ സീസണിലും ഇന്നും പ്രകടനം നടത്തി കാർലോ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ യൂറോപ്പ് കീഴടക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ബയർ ലെവർക്യൂസൻ, ജർമ്മൻ ക്ലബ്ബ് ബയർ ലെവർക്യൂസൻ പോയ സീസണിൽ ബുണ്ടസ് ലീഗയിൽ അപരാജിത കുതിപ്പ് നടത്തി കിരീടം ചൂടി. അതോടൊപ്പം തന്നെ സ്പെയിനിൽ വിസ്മയ പ്രകടനം നടത്തിയ ജിറോണ, ഒപ്പം ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ഡോട്ട്മുണ്ട്. ഈ 5 ക്ലബ്ബുകൾ, അതായത് ബൊറൂസിയ ഡോട്ട്മുണ്ട്, ജിറോണ, ബയർ ലെവർക്യൂസൻ, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ക്ലബ്ബുകളെയാണ് മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആരായിരിക്കും വിജയി? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.